ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ അനീഷേട്ടൻ അതേപോലെ തന്നെ നമ്മുടെ ഷാനവാസിക്ക സാബുമാൻ ഇവർ ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോളുടെ കടലക്കറിക്ക് ഇന്ന് ഇച്ചിരി ഉപ്പ് കൂടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസിക്ക പറയുന്നുണ്ട്, ഞാൻ പോയി കുറച്ചും കൂടെ കടലക്കറി എടുത്തിട്ട് വരട്ടെ, അതൊന്ന് മേച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വന്നു, എന്തൊരു ഉപ്പാന്ന് സാബുമാനും പറയുന്നുണ്ട്. അനീഷേട്ട എങ്ങനെയുണ്ട് കറിയുന്നത്? അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, എനിക്കങ്ങനെ കുഴപ്പമൊന്നും തോന്നുന്നില്ല, എനിക്കും കുഴപ്പമൊന്നും തോന്നുന്നില്ല എന്ന് അനുമോളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റിലല്ലേ എന്ന് പറയുന്നുണ്ട്. അമ്മായിയൊക്കെ അങ്ങനെ തന്നെ പറയുമെന്ന് പറയുന്നുണ്ട്. അനുമോളോട് അപ്പോൾ ഷാനവാസിക്ക് പറയുന്നുണ്ട്, അനുമോൾക്ക് ഞാനൊരു പേരിട്ട് തരാമെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, വേണ്ട വേണ്ടത്. അപ്പോൾ തന്നെ അനീഷേട്ടൻ പറയുന്നുണ്ട്, ഷാനവാസ് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്കെന്താ, ഞാൻ എന്താണെങ്കിലും ഇടുന്നു പറയുന്നുണ്ട്. അനുമോൾ ഇപ്പോൾ ഷാനവാസക്കാരോട് പറയുന്നുണ്ട്, എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ കുലസ്ത്രീ പാവക്കുട്ടി അങ്ങനെ പേരൊക്കെ ഉണ്ടല്ലോ എന്ന്, അത് മതി എന്ന് പറയുന്നുണ്ട്. ഷാനവാസൊക്കെ പറയുന്നുണ്ട്, അതൊന്നും ഒരു ഇരട്ടപ്പേരല്ല, അതൊക്കെ നല്ല പേരുകളാണ്, ഞാനിടാൻ പോകുന്നത് ഒരു ഇരട്ടപ്പേരാണെന്ന് പറയുന്നുണ്ട്. എൻ്റെ അനീഷേട്ടൻ അതൊന്നും സഹിക്കില്ല എന്ന് പറയുന്നുണ്ട് അനുമോള്. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെയ്യുന്നതന്നെ ഷാനവാസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, അനീഷേട്ടനെ കാണുമ്പോൾ എനിക്കിപ്പോൾ ബോഡി ഗാർഡ് സിനിമയിൽ ദിലീപേട്ടനെ പോലെയാണ് തോന്നുന്നത്. അങ്ങനെ തന്നെ ഉണ്ടെന്ന് സാബുമാനും പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, അനീഷേട്ടൻ ദിലീപേട്ടനും നയൻതാര ഞാനുമാണെന്ന് പറയുന്നുണ്ട്. രണ്ടു വട്ടം അങ്ങനെ റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം അനീഷേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഷാനവാസിൻ്റെ നാട്ടിൽ വരുമ്പോൾ ഷാനവാസ് എനിക്ക് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിത്തരണം. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ഷാനവാസ്ക്കാരുടെ നാട്ടിലെക്കാട്ടി കൂടുതൽ ഫുഡ് ഞങ്ങളുടെ നാട്ടിലാണ് അനീഷേട്ട കിട്ടുക, ഞാൻ അനീഷേട്ടനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോവാം, ഞാൻ ചേട്ടനെ കൊണ്ടുപോകാം കേട്ടോ, ആര്യനാടാണ് എൻ്റെ സ്ഥലം, അതേപോലെ തന്നെ ഞാൻ പൊന്മുടിയിലും ചേട്ടനെ കൊണ്ടുപോകുന്നുണ്ട്, മഞ്ചേരിയിലെക്കാട്ടി കൂടുതൽ ഫുഡ് ഞങ്ങളുടെ നാട്ടിലാണ് കിട്ടുന്നത് ചേട്ടാ എന്ന് പറയുന്നുണ്ട്. ചേട്ടന് വേണ്ട എല്ലാ ഫുഡും ഞാൻ വാങ്ങിത്തരാമെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, ഇനി അനുമോൾ എന്താണെങ്കിലും അമ്മായിന്ന് ഷാനവാസിനെ വിളിക്കില്ല എന്ന്. അപ്പോൾ അനുമോൾ ഷാനവാസ് പറയുന്നുണ്ട്, ആദ്യം പറയുന്നുണ്ട്, ഞാൻ ഇവരോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിക്കൽ നിർത്തണം എന്ന്. അനീഷേട്ടൻ പറയുന്നുണ്ട്, ഇനി അനുമോൾ വിളിക്കില്ല എന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അനീഷേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി വിളിക്കില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്.